ചിക്കൻ നല്ലോണം ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത ചിക്കൻ 1.5 കിലോ ഉണ്ട്. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് നല്ല വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നാടൻ ചിക്കൻ കറിക്ക്. ഇതിലേക്ക് നമുക്ക് 4 നല്ല വലിയ ഉള്ളിയാണെങ്കിൽ 4, ചെറുതാണെങ്കിൽ 5, 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഗരം മസാല ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി വേണ്ടവർക്ക്, അതായത് ഗരം മസാല വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ വീഡിയോ ചെയ്തേക്കാം കേട്ടോ. നല്ല ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ മസാലക്കൂട്ടത്തിന്, ഗരം മസാലയ്ക്ക്. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മസാല, അതായത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്കൊരു നാരങ്ങ നീര്, അര നാരങ്ങ മതി, നാരങ്ങ നീര്, പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാല. ഇതിട്ട് നമുക്ക് പുരട്ടി മാറ്റി ഒരു 30 മിനിറ്റ് മിനിമം നമ്മൾ വെക്കണം. എങ്കിലേ ആ രുചി നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അതിന് വേണ്ടി ചൂടാക്കിയിട്ടുണ്ട് ഉരുളി. ചൂടായ ഉരുളിലേക്ക് നല്ല എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതൊന്ന് ഒരു 10 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിവേപ്പില ഒരു അത്യാവശ്യം നല്ലോണം ഇട്ടു. ഒരു 3-4 തണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം കറിവേപ്പില എപ്പോഴും നല്ലൊരു ഫ്ലേവറാണല്ലോ, നല്ല ടേസ്റ്റുമാണ് കറിക്കൊക്കെ. അപ്പോൾ നല്ല കൂടുതലിട്ടാലും ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഇട്ടോ. ഞാനൊരു 4 തണ്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലയാണ്. നേരത്തെ മസാല ഇട്ടുകൊണ്ട് ഇവിടെ കുറച്ച് മസാല മതി. ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നമ്മൾ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നമ്മളങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചിക്കൻ, അരമണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല തീ കുറച്ചേ വെക്കാവുള്ളൂ. കുറഞ്ഞ തീയിൽ, ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം ഇനി നമുക്ക് ഈ ചിക്കൻ വെന്ത് കിട്ടാൻ. അതൊരു 25-30 മിനിറ്റ് നമുക്ക് വെച്ചേക്കണം. വളരെ ചെറിയ ഫ്ലെയിമിൽ, ജസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. അപ്പോൾ നല്ല രുചിയായിരിക്കും ഇത് വരുമ്പോൾ. എന്നിട്ട് അടച്ച് വെക്കുക. ഇടയ്ക്ക് നമ്മളൊരു 3-4 പ്രാവശ്യം ഒന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം നമ്മൾ ഈ കറിക്ക് ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരുപാട് ഗ്രേവി ടൈപ്പ് അല്ല. നിങ്ങൾ ഗ്രേവി വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് 3 പ്രാവശ്യം ഞാൻ ഇടയ്ക്ക് നോക്കി ഇളക്കി. ഇനി അവസാനം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. പിന്നെ അതിൻ്റെ കൂടെ ഗരം മസാല, നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന മസാലയാണെങ്കിൽ അവസാനം ഗരം മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയ ഗരം മസാല ആയതുകൊണ്ട് ആ 1 ടേബിൾ സ്പൂൺ തന്നെ മതി. കാരണം അത്രയ്ക്ക് നല്ല ഫ്ലേവർ നമുക്കിതിൽ കിട്ടും. അതുകൊണ്ടാണ് പിന്നെ ചേർക്കാൻ. പിന്നെ കുരുമുളക് കൂടെ ഇച്ചിരി ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ അടിപൊളി നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ